ചുമയും ജലദോഷവും അകറ്റുന്നു. ചുമ, ജലദോഷം എന്നിവയെ അകറ്റാൻ കഴിയുന്ന ഗുണങ്ങൾ വെളുത്തുള്ളിയിലുണ്ട്. വെളുത്തുള്ളി ചതച്ചെടുത്ത് 2 അല്ലി വീതം വെറും വയറ്റിൽ കഴിക്കുന്നത് ശരീരത്തിന് പരമാവധി ഗുണം ലഭിക്കും. ചെറിയ കുട്ടികളുടെ കഴുത്തിന്റെ ഭാഗത്ത് വെളുത്തുള്ളിയുടെ അല്ലികൾ വെക്കുന്നത് തൊണ്ടയിലെ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ സഹായിക്കും. ഹൃദയാരോഗ്യത്തിന് നല്ലത്. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അലിസിൻ എന്ന സംയുക്തം LDL ഓക്സിഡൈസിംഗ് തടയുന്നു. ഇത് ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. വെളുത്തുള്ളി പതിവായി കഴിക്കുന്നത് രക്തം കട്ടപിടിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദത്തിന്റെ പ്രശ്നം നേരിടുന്നവർ ആണെങ്കിൽ വെളുത്തുള്ളി പതിവായി കഴിക്കുന്നത് ഗുണം ചെയ്യും. അതിനാൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള രോഗികൾക്ക് കഴിക്കാൻ നല്ലതാണിത്. തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉള്ളതിനാൽ വെളുത്തുള്ളി തലച്ചോറിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഗുണം ചെയ്യുന്നതായി മാറും. അൾഷിമസ്, ഡിമെൻഷ്യ തുടങ്ങിയ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങൾക്കെതിരെ പോരാടാൻ ഇത് ഫലപ്രദമായി പ്രവർത്തിക്കും. തലച്ചോറിന് ഏകാഗ്രതയും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുന്നതിൽ ഇതിന് പ്രധാന പങ്കുണ്ട്. ദഹനം മെച്ചപ്പെടുത്തുന്നു. അസംസ്കൃത വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ദഹന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. ഇത് കുടലിന് ഗുണം ചെയ്യുകയും ശാരീരിക വീക്കം ഒരു പരിധിവരെ കുറയ്ക്കുകയും ചെയ്യുന്നു. വെളുത്തുള്ളി പാകം ചെയ്യാതെ അസംസ്കൃതമായി കഴിക്കുന്നത് കുടലിലെ വിരകളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ശരീരത്തിലെ മോശം ബാക്ടീരിയകളെ നശിപ്പിക്കുകയും കുടലിലെ നല്ല ബാക്ടീരിയകളെ സംരക്ഷിച്ചു നിർത്തുന്നതിനും ഇതിന് പ്രധാന പങ്കുണ്ട്. രക്തത്തിലെ ഷുഗർ ലെവൽ സന്തുലിതമാക്കുന്നു. പ്രമേഹമുള്ളവർ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എപ്പോഴും നിരീക്ഷിച്ചു നിലനിർത്തേണ്ടത് പ്രധാനമാണ്. വെളുത്തുള്ളി പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രണത്തിന് ഏറ്റവും വലിയ സഹായം ചെയ്യും. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. വെളുത്തുള്ളി ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുകയും DNA-യുടെ കേടുപാടുകൾ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. വെളുത്തുള്ളിയിലെ സിങ്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കഴിവുള്ളതാണ്. വൈറ്റമിൻ സി അണുബാധയെ ചെറുക്കാൻ സഹായിക്കുന്നു. ആന്റി മൈക്രോബിയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ കണ്ണ്, ചെവി തുടങ്ങിയ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുള്ള അണുബാധകൾക്കെതിരെ ഇത് വളരെ ഗുണം ചെയ്യും. ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. വെളുത്തുള്ളി മുഖക്കുരു തടയാനും മുഖക്കുരു പാടുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു. ചർമ്മ പ്രശ്നങ്ങളായ സോറിയാസിസ്, തിണർപ്പ് എന്നിവയ്ക്കെല്ലാം വെളുത്തുള്ളി അരച്ച് നീര് പുരട്ടുന്നത് ഗുണം ചെയ്യും. ഇത് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുകയും അകാല വാർദ്ധക്യ ലക്ഷണങ്ങൾ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. ക്യാൻസർ, പെപ്റ്റിക് അൾസർ എന്നിവ തടയുന്നു. ഉയർന്ന അളവിലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ വെളുത്തുള്ളി ശ്വാസകോശം, പ്രോസ്റ്റേറ്റ്, മൂത്രസഞ്ചി, ആമാശയം, കരൾ, പൻകുടൽ തുടങ്ങിയ സംബന്ധമായ അർബുദ സാധ്യതകളെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നു. വെളുത്തുള്ളിയുടെ ആന്റിബാക്ടീരിയൽ പ്രവർത്തനം പെപ്റ്റിക് അൾസറിനെ തടയുന്നു. ഇത് കുടലിൽ നിന്നുള്ള പകർച്ചവ്യാധികളെ എളുപ്പത്തിൽ ഇല്ലാതാക്കുന്നു. ശരീരഭാരം കുറയ്ക്കുന്നു. കൊഴുപ്പ് സംഭരിക്കുന്ന അഡിപ്പോസ് കോശങ്ങളുടെ രൂപീകരണത്തിന് ഉത്തരവാദികളായ ജീനുകളുടെ പ്രവർത്തനത്തെ വെളുത്തുള്ളി കുറയ്ക്കുന്നു. ഇത് ശരീരത്തിലെ തെർമോജനസിസ് വർദ്ധിപ്പിക്കുകയും കൂടുതൽ കൊഴുപ്പ് കത്തിച്ച് കളയുകയും LDL കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നത് വഴി സ്വാഭാവികമായി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. മൂത്രനാളിയിലെ അണുബാധയ്ക്ക് കാരണമാകുന്ന ഈക്കോളൈ ബാക്ടീരിയയുടെ വളർച്ച കുറയ്ക്കാൻ വെളുത്തുള്ളിക്ക് കഴിവുണ്ട്. വൃക്കയിലെ അണുബാധയെ തടയാനും ഇത് സഹായിക്കുന്നു. വെളുത്തുള്ളിയുടെ ഉപയോഗം മുറിവുകളിലെ അണുബാധയുടെ സാധ്യത കുറയ്ക്കുന്നു. മുടി വളർച്ച, എല്ലുകളുടെ ആരോഗ്യം, കരൾ ആരോഗ്യം എന്നിവയെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ഈസ്ട്രജന്റെ കുറവ് പരിഹരിക്കുന്നു. പ്രായമായ സ്ത്രീകളിൽ സംഭവിക്കുന്ന ആർത്തവവിരാമത്തിന്റെ കാലഘട്ടത്തിൽ സൈറ്റോകൈൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീന്റെ ക്രമരഹിതമായ ഉൽപാദനം കാരണം ഈസ്ട്രജൻ ഹോർമോണിന്റെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണങ്ങളിലെ വെളുത്തുള്ളിയുടെ ഉപയോഗം ഒരു പരിധിവരെ ഇതിനെ നിയന്ത്രിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതിനാൽ ആർത്തവവിരാമത്തിന് ശേഷം ഈസ്ട്രജന്റെ കുറവ് പരിഹരിക്കാൻ ഇത് ഫലപ്രദമാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നു. നിങ്ങളുടെ സ്ഥിരം ഭക്ഷണത്തിൽ വെളുത്തുള്ളി ചേർത്ത് കഴിക്കുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിന്റെ ആരംഭമാണെങ്കിൽ അത് ഒഴിവാക്കാനും സഹായിക്കും. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾ അസ്ഥിയുടെ സാന്ദ്രത നിലനിർത്താൻ സഹായിക്കുന്നതാണ്. അതിനാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇത് വൈകിപ്പിക്കും. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വെളുത്തുള്ളി ദിവസവും കഴിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. നിങ്ങൾക്കത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാം. അതല്ലാതെ തന്നെ 1-2 അല്ലി ചവച്ചരച്ച് കഴിക്കുന്നതും ഈ ഗുണം ലഭിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.